ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമല്ല കേട്ടോ, ദേ ഇവരും കൂടെ ഉണ്ട്. ഇത് എൻ്റെ നീലിക്കുട്ടിയും മഞ്ഞുമൽ ബോയ്സും ആണ്. ആക്ച്വലി ഈ മീൻ ഫിഷ് ടാങ്ക് ഞാൻ വീട്ടിൽ കൊണ്ടുവരുമ്പോഴാണ് മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയത്. പിന്നെ നീല കളറുള്ളതായതുകൊണ്ട് നീലിക്കുട്ടി എന്നും പേരിട്ടു. പക്ഷേ ഇവരെ ഇന്ന് ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്, നമ്മളൊരു ട്രിപ്പ് പോവാട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒടുക്കത്തെ പാക്കിങ്ങിലാണ്. കാരണം നമ്മളൊരു സഫാരി ട്രിപ്പിനാണ് പോണത്, ഒരു സഫാരി ഗെയിം ലോഡ്ജ് കാണാൻ. പക്ഷെ എപ്പോഴും ഇത് വിൻ്റർ സമയമാണ്. ഈ സമയത്ത് പാക്ക് ചെയ്യുന്നുണ്ട്, എന്ത് പാക്ക് ചെയ്യും ഈശ്വര, അവിടെ പോയി തണുത്ത് വിറയ്ക്കോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് എപ്പോഴും. കാരണം ഇതിന് മുന്നേ ഞാൻ പോയിട്ട് വിറച്ച് മരവിച്ച് ആ ഒരു സഫാരി ജീപ്പിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൈ കിട്ടിയ സാധനങ്ങളും ജാക്കറ്റും സ്വെറ്ററും അത് ഇത് എല്ലാതും ഞാൻ പറക്കി കൂട്ടി പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പോകുന്നത് ഒരു അടിപൊളി കിണ്ണങ്കാച്ചി ഒരു സഫാരി റിസോർട്ടിലേക്കാണ്. ഒരു ലക്ഷറി സഫാരി അക്കോമഡേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക നിങ്ങൾക്ക് കാണാം വീഡിയോയില്. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലൊരു മീനുണ്ട്. ഇവളെ ഞാൻ വിളിക്കുന്നത് നീലിക്കുട്ടി എന്നാട്ടോ. ഇത് നീലിക്കുട്ടിയാണോ കുട്ടനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നല്ലൊരു ഫാമിലിയായിട്ട് ഇവർ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇടയ്ക്ക് അടിപൊളി ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2 ദിവസത്തിന് ഇവിടെ ഉണ്ടാവില്ല, 3 ദിവസം ഓൾമോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് മീനിന് ഫുഡ് ഇട്ട് പോവാണ്. ഇവർ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതിന് ബലിയിട്ട് പോയപ്പോഴും ഇതുപോലെ തന്നെ ഫുഡ് ഇട്ട് പോയത്. ഇവർക്ക് നമ്മൾ അത്യാവശ്യത്തിന് ഫുഡ് ഇടും നോർമൽ പോലെ. 1.5 ദിവസങ്ങളിലാണ് ഇവരെ ഫീഡ് ചെയ്യുക. ഇതുണ്ടോ നീലിക്കുട്ടി, നീലിക്കുട്ടി, നീലിക്കുട്ടി എവിടെ? ഇങ്ങോട്ട് കാലത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കൽ നല്ല മടിയായതുകൊണ്ട് തന്നെ നല്ല ഉഗ്രൻ ഒരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ പോകുന്നു. ഇവിടെ അന്നപൂർണി എന്ന് പറഞ്ഞ നല്ലൊരു കർണാടക റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഒത്തൻറ്റിക് കർണാടക ഫുഡ് ഇവിടെ കിട്ടും. എനിക്ക് ഇവിടുത്തെ ബാംഗ്ലൂർ സ്റ്റൈലിലുള്ള മസാല ദോശയും ഇഡ്ഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കഴിക്കാൻ വരാറുണ്ട് കേട്ടോ. കാരണം നല്ല ഒത്തൻറ്റിക് ഫുഡാണ്. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ. അപ്പം നല്ല ഉഗ്രൻ ചായ, പിന്നെ ഇത് ഇങ്ങനത്തെ ഇഡ്ഡലി, നല്ല ഉഗ്രൻ വട, കർമുറൂന്ന് നമുക്ക് കടിച്ച് തിന്നാം. അതൊക്കെ നമ്മൾ അകത്താക്കിയിട്ട് എന്ത് ചെയ്തു, നമുക്ക് ഇനി വേണം നമ്മുടെ ഗെയിം ലോഡ്ജിലേക്ക് പോകാനായിട്ട്. നല്ലൊരു ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നല്ല ആഫ്രിക്കൻ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ പുറപ്പെട്ടു. അപ്പൊ പോയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം ഡ്രൈവ്. ദക്ഷിണാഫ്രിക്കയിലെ ഇഷ്ടം പോലെ ഗെയിം ഡ്രൈവിന് പോവാന്നാണ് പറയുക. അതായത് നമ്മൾ ഈ മൃഗങ്ങളെ കാണുന്ന ഏരിയയും നാഷണൽ പാർക്കുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഗെയിം ഡ്രൈവിന് പോകാനെന്നാണ് പറയുക. അപ്പം എന്തുകൊണ്ടാണ് ടൂട്ടിനോട് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഗെയിം ഡ്രൈവ് എന്ന് പറയുന്നതെന്ന്? പണ്ട് ആക്ച്വലി കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഇവിടെ ഈ ബിഗ് 5 എന്ന് പറയുമല്ലോ, നമ്മൾ ആന, കാട്ടുപോത്ത്, സിംഹം, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളെ ബിഗ് 5 എന്നാണ് പറയുക. അപ്പം അതിനെ വെടിവെച്ച് കൊല്ലാനായിട്ട് ഇവിടുത്തെ വെള്ളക്കാർ പണ്ട് പോയിരുന്ന ഇതിനെ ഗെയിം എന്നാണ് പറയുക. അവരെ ഗെയിം കളിക്കാൻ പോണ രീതിയിലാണ് പോയിട്ട് ഈ മൃഗങ്ങളൊക്കെ വെടിവെച്ച് കൊന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ഗെയിം ഡ്രൈവിന് പോകണമെന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഹണ്ടിങ്ങിനൊന്നും അല്ല പോണത്, ഇതിനെ കാണാനാണ് പോണത്. പക്ഷെ എന്നാലും ഇപ്പോഴും ഇതിന് ഗെയിം ഡ്രൈവ് എന്നാണ്, ആ ഒരു ഗെയിം എന്നുള്ള വേർഡ് ഇപ്പോഴും ഉണ്ട് അതിന്. അപ്പോൾ അതാട്ടോ ആ ഗെയിം ഡ്രൈവ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സഫാരി എക്സ്പീരിയൻസിന് പോകുമ്പോൾ അതിനെ ഗെയിം ഡ്രൈവിന് പോവുക, അല്ലെങ്കിൽ ഗെയിം ലോഡ്ജ്, ഈ എല്ലാ സ്ഥലങ്ങളും ഇവിടെ പറയുക ഗെയിം ലോഡ്ജ് എന്നാ. അപ്പൊ ഗെയിം ലോഡ്ജിലേക്ക് പോവാന്ന് പറയുന്നത്. കണ്ട നമുക്കിവിടെ ജോലി തപ്പിരിക്കുന്ന ആൾക്കാരാട്ടെ ഈ സൈഡില് ഇരിക്കുന്നവരൊക്കെ. അതില് പ്ലംബർ ഉണ്ടാവും, ഇലക്ട്രീഷ്യൻ ഉണ്ടാവും. കുറെ പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സൗത്ത് ആഫ്രിക്കയിലേക്ക് ഇങ്ങനെ വർക്ക് ലേബറായിട്ടും അല്ലെങ്കിൽ പ്ലംബർ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ വരാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ എന്താ മെയിൻ കാര്യം എന്നറിയോ, ഇവിടുത്തെ ലോക്കൽസ് തന്നെ ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പേര് ജോലി ഇല്ലാണ്ട് ഓരോ സിഗ്നൽസിലും എൻ്റെ വീട്ടിൽ കഷ്ടപ്പാടാണ്, എനിക്ക് ജോലി തരണം, ഞാനൊരു പ്ലംബറാണ്, അല്ലെങ്കിൽ ഞാനൊരു ഇതാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ളൊരു രാജ്യത്ത് ഇവൻ ഇവിടെ വെള്ളക്കാരടക്കം ഉണ്ട് ഈ സിഗ്നൽ ലഭിച്ചതുണ്ടാനായിട്ട്. ഇതിപ്പോൾ ഈ ചേട്ടൻ ചെയ്യണുണ്ടോ, ഇത് ഭയങ്കര പാടുള്ള പണിയാണ്. ഞാനിത് കാണുമ്പോൾ തന്നെ അവർ ചിന്തിക്കും കഷ്ടപ്പാടാണല്ലോ എന്നുള്ളത്. കാരണം ഈ വെയിലത്ത് ഇവിടെ ഇപ്പൊ തണുപ്പ് സമയമാണെങ്കിലും നല്ല വെയിലുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഇത് ചെയ്ത് തരാം, എന്തെങ്കിലും ജോലി തരണം എന്നൊക്കെ ചോദിക്കുന്നവർക്കാണ് ഇങ്ങനത്തെ ജോലി കിട്ടുക. അപ്പൊ അത്യാവശ്യത്തിന് കഷ്ടപ്പാട് ഈ രാജ്യത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവര് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എന്തിനാന്നുള്ള രീതിയിൽ ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തെ ലേബർ വർക്കിനൊന്നും ഒരു സ്കോപ്പ് വളരെ കുറവുള്ളത്. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ഇല്ലീഗലായിട്ടൊക്കെ വരുന്നവരാട്ടോ. നമ്മുടെ ബൈക്ക് ടീംസ് മുഴുവൻ എത്തിയിട്ടുണ്ട്. ഈ കാഴ്ച ദക്ഷിണാഫ്രിക്കയില് എവിടെ പോയാലും കാണും കേട്ടോ. ഇങ്ങനെ ബൈക്കില് കറങ്ങണവര്. പക്ഷേ ഇവന്മാരൊക്കെ ഉണ്ടല്ലോ വരുന്നത് സ്വിറ്റ്സർലാൻഡ് അവിടെ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ ബൈക്ക് റെന്റിനെടുത്ത് ബൈക്ക്
ആദ്യമായിട്ടാണ് ഒരു 5-star സഫാരി അക്കോമഡേഷൻ ലോഡ്ജിലേക്ക് പോകാൻ പോകുന്നത്. ഇതൊരു ഫുള്ളി ബോർഡ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, 2 ഗെയിം ഡ്രൈവ്സ് എല്ലാത്തിലും ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു സഫാരി അക്കോമഡേഷൻ്റെ പേര് തന്നെ ഷെപ്പേർഡ് ട്രീ ഗെയിം ലോഡ്ജ് എന്നാട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മുടെ റൂമും ആ ഒരു സെറ്റപ്പ് 5 സ്റ്റാർ ആയിട്ടുള്ള ഒരു സഫാരി ലോഡ്ജ് എങ്ങനെ ഇരിക്കും നമുക്ക് കാണാം. നമ്മളുടെ ഗെയിം ലോഡ്ജ് വന്നിട്ടുണ്ട് കേട്ടോ. അതാണ് ഷെപ്പേർഡ് ട്രീ ഗെയിം ലോഡ്ജ് ആണ് നമ്മളുടെ. ഇവിടെയാണ് അതിന്റെ ഗേറ്റ്. ഇതാണ് നമ്മളുടെ ഗേറ്റ്. In 500 meters, turn right. ഇത് നമ്മളെ 3 പേരെയും പേര് എഴുതിയതൊക്കെ നോക്കുന്നുണ്ടോ. നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്താൽ മാത്രമേ ഗേറ്റ് തുറന്നാൽ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ പേര്, ഷെപ്പേർഡ്സ് ട്രീ ഗെയിം ലോഡ്ജ്. ഞാൻ പറഞ്ഞില്ലേ ഗെയിം എന്ന് പറയുന്നത്, ഗെയിം ലോഡ്ജ്. ഗെയിം എന്ന് വെച്ചാൽ മൃഗങ്ങളുള്ള സ്ഥലം. ഇത് മുഴുവൻ ഇവരുടെ ഏരിയ കേട്ടോ. അതിൻ്റെയാണ് ഈ ഗേറ്റ്. റോഡിൻ്റെ അടുത്ത് തന്നെയാണ് സംഭവം. നമ്മളപ്പോൾ ഇങ്ങോട്ടാണ് തിരിയേണ്ടത്. ഇവിടെ റിസപ്ഷൻ. റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു മൊട്ടക്കുത്തിന്റെ മുകളിലേക്കാട്ടാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയാണ് ഈ സാധനം ഉള്ളത്? പക്ഷേ ഇവിടെ നോക്കുമ്പോ സത്യത്തില് ഇതിന് അടുത്തൊന്നും ഒരു ജനവാസം ഇല്ലാത്ത ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളപ്പോൾ നമ്മളുടെ അക്കോമഡേഷനിൽ എത്തിയിട്ടോ. നമുക്കൊരു ടവൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കൈയൊക്കെ ക്ലീൻ ആക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഷെപ്പേർഡ് ട്രീയുടെ റിസപ്ഷൻ ഏരിയ. അപ്പോൾ നമ്മളുടെ വണ്ടിയിലെ സാധനങ്ങളൊക്കെ ഇവർ എടുത്തിട്ട് ആ ഒരു മറ്റേ ഒരു ഇതില്ലേ, ആ വണ്ടിയിൽ നമ്മളുടെ റൂമിൽ കൊണ്ടുവയ്ക്കും. ഇതൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. ഹലോ. നമ്മളിപ്പോൾ ഇവരെ കൂടെ നമ്മൾ റൂമിലേക്ക് പോവാട്ടോ. ഫുള്ളിങ്ങനെ വുഡൻ ഇതുകൊണ്ട് കെട്ടിയതാണ്. ഇതാണ് ഇവിടുത്തെ പൂൾ ഏരിയ ഒക്കെ കേട്ടോ. റിസപ്ഷൻ അല്ല, റെസ്റ്റോറൻറ്റ് ഏരിയ. ഇതിവിടുത്തെ ഒരു എന്താ പറയുക, നമുക്കിവിടെ വന്നിട്ട് ബാറുള്ളൊരു ഏരിയ ആണോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മെയിനായിട്ടുള്ള നമുക്ക് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത്. ഒരു ജിറാഫ് ഇതുണ്ടത്, അവിടെ ഒരു ജിറാഫ് ഉണ്ട് കാണാ. ചേട്ടാ ഇപ്പം തന്നെ ഞാൻ കാണണമായിരുന്നു അതിനെ. ഇതാണ് ഇവരുടെ ഏരിയ. ഓ ഇവിടെ നോക്ക്, ബേർഡ്സ് ഉണ്ട് കേട്ടോ. അതാ ഞാൻ വന്നി. ഇവരാദ്യം തന്നെ നമുക്ക് ഇവിടെയൊക്കെ കൊണ്ടുപോയി നടന്നിട്ടെല്ലാം പറഞ്ഞു തരിക കേട്ടോ. ഇത് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് ഏരിയ. ഹലോ ഹലോ.
അവർ നമ്മളോട് ചോദിക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള ടേബിൾ സെലക്ട് ചെയ്യാനായിട്ട്. നമുക്ക് ഈ ഷാൻഡിലിയർ ആണോ, ഫുള്ളി വുഡൻ. ഇത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയയാണ്. നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോകട്ടോ. ഡയറക്റ്റ് ഇവിടെ വന്നപ്പോൾ ലഞ്ച് ടൈമായി. It was long, but yeah, right? Hope you'll enjoy the stay with us, eh? അപ്പോൾ ഇവിടുത്തെ ഒരു അക്കോമഡേഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡൊക്കെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചും ഡിന്നറും ഒക്കെ. അപ്പോൾ ഇതൊരു 3 കോഴ്സ് മീലാണ് എല്ലാ പ്രാവശ്യവും നമുക്ക് കിട്ടുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവർ മെനു ഒക്കെ കൊണ്ടു തന്നോട്ടെ. ഇന്ത്യക്കാർക്ക് വേണ്ട ഐറ്റംസ് ഇതിലുണ്ടായിരുന്നു, മീൻസ് പനീരും അങ്ങനത്തെ സംഭവമൊക്കെ. ഇത് നമുക്ക് കിട്ടി സ്റ്റാർട്ടർ ആക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർട്ടർ കിട്ടിയപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഓസ്ട്രിച്ച് കർപ്പാസിയോ എന്ന് പറഞ്ഞൊരു ഡിഷാണ്. വായിക്കൊള്ളാത്ത പേരാണ്. ചന്ദ്രപ്പി എന്തോ കുക്കുംബർ സാലഡ് അങ്ങനത്തെ സാധനം. ടുട്ടോനെ ചിക്കൻ സ്ട്രിപ്സ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓസ്ട്രിച്ച് കർപ്പാസിയോ എന്ന് പറഞ്ഞ ഈ ഡിഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്കുള്ള ഇറച്ചീനെ ഒലിവ് ഓയിലും ഉപ്പും പിന്നെ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് ഇലകളൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഭംഗിയാക്കി കൊണ്ടുവന്നൊരു സാധനമാണ് എനിക്ക് കിട്ടിയത്. ഓസ്ട്രിച്ചിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ, ഇത് പച്ചയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഇതിനെ ഓസ്ട്രിച്ച് കർപ്പാഷിയോ എന്നാണ് പറയുക. ഇത് എന്തോ സ്മോക്ക് ചെയ്താണ് ഇത് കുക്ക് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് റോങ് ആണെന്ന് വേണമെങ്കിൽ പറയണം. ഒട്ടകപ്പക്ഷിയുടെ ഇറച്ചി. ഇത് ആക്ച്വലി ഓസ്ട്രിച്ചിൻ്റെ പച്ചയായ ഇറച്ചി വെറും ഉപ്പും കുറച്ച് ഓയിലും മാത്രമായിട്ടുള്ള സംഭവമാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഇല്ല. എനിക്കിഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഇത് ഫ്രൂട്ട് സലാഡ്. ഇവിടെ ഭയങ്കര പ്ലേറ്റിംഗ് ആട്ടെ ഇതിൻ്റെ ഉണ്ടോ. ചന്ദ്രപ്പ ഇതൊക്കെ അലിക്കുരുതാക്കിയിട്ടുണ്ട് പ്ലേറ്റിംഗ് ഒക്കെ. mustard oil. ചന്ദ്രപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ mustard oil. എങ്ങനെയുണ്ട് ചന്ദ്രപ്പി? ഫ്രൂട്ട് സലാഡ് പോലെ തന്നെ ഉണ്ടോ? നമ്മുടെ മെയിൻ കോഴ്സ് നമുക്ക് കിട്ടിയിട്ടോ. ഇത് ആക്ച്വലി ബീഫ് ഫില്ലിങ്, പിന്നെ വെജീസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇത് ചന്ദ്രപ്പിയുടെ ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ എന്നിട്ടാ ചിക്കൻ ബ്രസ്റ്റും റൈസ് ആൻഡ് വെജിറ്റബിൾസ്. എനിക്ക് ചോറുണ്ട് കണ്ടോ. ചെറിയ ക്വാണ്ടിറ്റിയാണ്, നൈസാണ്. നല്ല മാസ്റ്റർ ഷെഫിലേക്ക് പ്ലേറ്റ് പോലെ തന്നെ ഉണ്ട്. കിട്ടി. എൻ്റെ പ്ലേറ്റിൽ ഇത് ബീഫ് സ്റ്റീക്കാണ്, പിന്നെ അതിൻ്റെ ഒരു സോസ്, പിന്നെ അവക്കാഡോ, പിന്നെ ഇത് ഉരുളക്കിഴങ്ങ് കേട്ടോ, പൊട്ടറ്റോ സ്മാഷാണിത്, പിന്നെ റോസ്റ്റഡ് വെജീസാണ്, പിന്നെ കുറച്ച് ക്യാബേജ്, തക്കാളി. ഇതാണ് എൻ്റെ ലഞ്ച്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ഒന്നാന്തരായിരുന്നു കേട്ടോ. ഒരു പ്ലേറ്റിൻ്റെ പ്ലേറ്റിംഗ് തന്നെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. നമ്മൾ ഈ മാസ്റ്റർ ഷെഫ് ഓസ്ട്രേലിയ അങ്ങനത്തെയൊക്കെ പരിപാടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പ്ലേറ്റ് കാണില്ലേ, അതുപോലെ തന്നെയായിരുന്നു. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്ര കുറവ് ക്വാണ്ടിറ്റി കിട്ടുമ്പോൾ നമുക്ക് ആദ്യം ഒരു വിഷമം തോന്നുക, അയ്യോ ഇത്രയല്ലേ തന്നോളൂ എന്നുള്ളത്. പക്ഷെ നമ്മളത് മുറിച്ച് കഴിച്ചു തുടങ്ങുമ്പോണ്ടല്ലോ, ഇത്ര ചെറുതാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്, ഇത്രയൊക്കെ മതിയല്ലോ എന്ന് നമുക്ക് തോന്നും ആക്ച്വലി. മാത്രമല്ല ഇത് സ്റ്റാർട്ടർ ഉണ്ട്, മെയിൻ കോഴ്സ് ഉണ്ട്, പിന്നെ ഡിസേർട്ടും ഉണ്ട്. അപ്പം 3 തിന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ വയറ് ഫുൾ ടാങ്കായി മാറും. ഇനി നമുക്ക് എന്തായാലും അക്കോമഡേഷൻ കാണാൻ പോകണം കേട്ടോ. This is the best dessert out of 3. Yeah, even this is tasty, but നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫുഡ്
ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് കാർട്ട്, ഇങ്ങനത്തെ കാർട്ടിൽ ഗോൾഫ് കാർട്ടിലൊക്കെ കണ്ടിട്ടുള്ള കാർട്ടില്ലേ, അങ്ങനത്തെ വണ്ടികളിലായിട്ടാണ് നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോകണം. കാരണം ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ റൂമിലേക്ക് തന്നെ. ഞാൻ വിചാരിച്ചു തൊട്ടടുത്തായിരിക്കും എന്നാണ്. പക്ഷെ നോക്ക്, ആ ഫുള്ള് ഒരു എന്താ പറയുക, ഒരു റിമോട്ട് ഏരിയ ആട്ടോ. അതിനിടയിലാണ് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഗെയിം ലോഡ്ജ് ഉള്ളത്. പല പല ഷാലേഴ്സാണ് അതിനിടയിൽ നമ്മുടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ ഇവർ കൊണ്ട് നമ്മുടെ ലഗേജൊക്കെ അതിൽ തന്നെ ആക്കി അവർ നമ്മുടെ ലഗേജ് എടുത്ത് നമ്മുടെ റൂമിൽ തന്നെ കൊണ്ടുവയ്ക്കും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിയുമ്പോഴേക്കും നമ്മളെയും അവരവിടെ കൊണ്ടാക്കും. പിന്നെ നമ്മുടെ ഗെയിം ഡ്രൈവ് ഉള്ള സമയത്ത് ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർട്ട് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യും, അവിടെ തന്നെ കൊണ്ടാക്കുകയും ചെയ്യും. പിന്നെ അവർ നമുക്ക് റിമൈൻഡർ കോൾസും അങ്ങനെ എല്ലാം ഇവർ ചെയ്തു തരും. നമ്മളങ്ങനെ നമ്മളുടെ അക്കോമഡേഷനിലേക്ക് എടുക്കാൻ പോവാം. So in the night there will be lights, right? Yeah. Okay. Yeah. And the black trainer they used to give a small torch. Oh gosh. But it's quite different to this. So our luggage is inside already? Yep. Okay. Go in. Alright, just identify the bags. Okay. So a big bag to... Okay. Just like that. Go here. Okay. So our food, you can heat it up if you want to. ഈ ചേട്ടൻ നമുക്ക് എന്താ കാര്യങ്ങളെന്ന് പറഞ്ഞുതരാൻ കൊണ്ടുപോകട്ടെ. ഇത് ഈ പൂള് നമുക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. To heat it up. No, it's already on. It's always on. Yeah. Okay. അത് ഓൾറെഡി ഹീറ്റഡ് പൂളാട്ടോ. Yeah. Okay, that's nice. നമ്മളിത് ഈ ഡോറിൽ നിന്ന് ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ഇതൊരു ഹോൾ ഏരിയ കേട്ടോ. ഇത് പവർ ബാക്കപ്പ് ആണ്. കാരണം സൗത്ത് ആഫ്രിക്കയിൽ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിൽ പവർ പോവും. ഒരു 2 തൊട്ട് 4 മണിക്കൂർ വരെ പവർ കട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിൽ പവർ ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ ഇതിലുള്ള ഫെസിലിറ്റീസ് മുഴുവൻ റണ്ണാവും. പിന്നെ നമുക്ക് ഇവിടെ TV എൻ്റർടൈൻമെൻറ്റ് ഒരു ഹോൾ ഏരിയ ആണ്. കയറി ചെല്ലുമ്പോൾ തന്നെ സോഫയുണ്ട്. പിന്നെ നമുക്ക് കഴിക്കാനുള്ള സ്നാക്സൊക്കെ ഫ്രൂട്ട്സ്, കാഷ്യൂനട്ട് ചിപ്സ്. ഇത് ഇടിയിറച്ചി കേട്ടോ. ഇവിടുത്തെ ബിൽട്ടോങ് എന്ന് പറയും. സൗത്ത് ആഫ്രിക്കയുടെ സ്പെഷ്യലായിട്ടുള്ള സംഭവമാണ് ബിൽട്ടോങ്. എവിടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങട്ടും. അങ്ങനെ നമ്മൾ ഈ ഒരു ഹാളിൽ നിന്ന് നമ്മൾ ഈ സൈഡിലേക്ക് പ്രവേശിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുറത്ത് ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. കൂടാണ്ട് ഇതൊരു എക്സിക്യൂട്ടീവ് സൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള മലയാട്ടോ. ആക്ച്വലി ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് ജിറാഫൊക്കെ ഞാൻ നേരത്തെ കണ്ടായിരുന്നു നടക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പൂളുണ്ടല്ലോ, ഇത് ആക്ച്വലി ഒരു പ്ലഞ്ച് പൂൾ എന്ന് പറയും. എന്നുവെച്ചാൽ നമുക്ക് വെറുതെ ഇറങ്ങി ഒന്ന് ചില്ല് ചെയ്തിരിക്കാൻ പറ്റിയ സാധനം. ഇത് ഹീറ്റഡ് ആണ്. ഇപ്പോൾ വിൻ്റർ ആയാലും വെള്ളം നല്ല തണുപ്പായിരിക്കും. പക്ഷേ ഇവർ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നല്ല ചൂടുവെള്ളം വരും ഇവിടെ നമുക്ക് ഇതിലിങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട്. പിന്നെ പൂളിന് വേണ്ടിയിട്ടുള്ള 2 ചെയറുണ്ട് ഇവിടെ. പിന്നെ പുറത്തും ചെയറും എല്ലാം സംഭവമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബെഡ്റൂം കാണാം. നമ്മൾ താമസിച്ചിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും ഭയങ്കര ഒരു ലക്ഷറി ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആട്ടോ ഇത്. കാരണം ഇത് 5 സ്റ്റാർ ഹോട്ടലാണ്. 5 സ്റ്റാർ റേറ്റിംഗും ഉണ്ട്. പിന്നെ ഇത് എന്താണെന്നറിയോ, ഇത് ആക്ച്വലി വൈനല്ലേ ചന്ദ്രപ്രിയ? ഇത് ഇരിക്കുന്നത് വൈനല്ലേ? ഇത് വൈനാന്ന് തോന്നണേ. അത് വൈനും വൈൻ ഗ്ലാസും ഇതെല്ലാം ഇങ്ങനെ ഇത് ഹോട്ടലുകളിൽ വെച്ചിട്ടുണ്ടാവട്ടെ ഇവര്. വൈനും ചെറിയ വൈൻ ഗ്ലാസ്സിൽ കുറച്ച് വൈൻ. വെൽക്കം ഡ്രിങ്ക്. മണത്ത് നോക്കി, അത് തുറന്ന് മണത്ത് നോക്കും. ശരിയാണല്ലോ. വരൂ. ഓപ്പൺ ചെയ്യണം. അത് പിടിച്ച് പുറത്ത് തുറക്കും. അല്ലെ ഞാൻ ഇത് മുഴുവൻ കാണിക്കട്ടെ എന്നിട്ട്. പക്ഷെ ഇതെന്താണ് മറ്റേ കഷായം വീഴുന്ന പോലെ ഡ്രോപ്പർ വെച്ചിട്ട് വീഴുന്ന. ജസ്റ്റ് ടേസ്റ്റ് നോക്കി. സ്വീറ്റ് വൈൻ ആയിട്ട് സാധനം. നോക്ക്, ഇത് നമുക്ക് നല്ലൊരു രസമുണ്ടല്ലോ ഇത് കാണാനായിട്ട്. ഈ ബോട്ടിൽ തീക്കോടി ഇച്ചിരീശ വരും. കുഞ്ഞി ഗ്ലാസും വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കഴുകാനുള്ള വാഷ് ബേസിനുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ കോഫി സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കോഫി സ്റ്റേഷനാട്ടോ. ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് കോഫി സ്റ്റേഷനാണ്. നമുക്ക് കുടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കോഫിയും ഉണ്ട്. കൂടാണ്ട് നമുക്കിവിടെ കോഫി മെഷീൻ ഉണ്ട്. ഈ ടൈപ്പ് സാധനമല്ലേ ഇങ്ങനത്തെ. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് കോഫി ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നല്ല മെഷീനാട്ടോ.
അതും പാലും എല്ലാം ഇവർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പാലാണ്. പിന്നെ ഇവിടെ ചൂടുവെള്ളം ഉണ്ടാക്കാനുള്ള കെറ്റിലുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഡ്രോ ഉണ്ട്, അങ്ങനത്തെ സാധനങ്ങൾ വെക്കാനുള്ള ഡ്രോസ് ഉണ്ടല്ലോ ഇപ്പുറത്ത്. ടവൽസ്, ബ്ലാങ്കറ്റ്സ്, റോബ്, സ്ലിപ്പറും ഉണ്ട് അതിൽ. നമുക്ക് മേത്ത് പുറത്തേക്ക് ഇടാനുള്ള റോബിൽ ഒന്ന് എടുത്ത് കാണിച്ച്, ടവൽ റോബ് ഉണ്ടല്ലോ ഇങ്ങനെ മേത്തിടുന്നത്. അതും ഇതിൻ്റെ തന്നെ സ്ലിപ്പറും ഉണ്ടല്ലേ, സ്ലിപ്പർ ഇടുന്നത് ഈ ടൈപ്പ് സ്ലിപ്പറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ആ പൂളിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് വരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡ്റൂമിൻ്റെ ഒരു കനോപ്പി ഉള്ള ഇതാണ് കേട്ടോ. കണ്ടോ, ഫുള്ള് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത്രയും ഗ്ലാമറുള്ളൊരു ബെഡ്റൂമിൽ ഞാൻ ഇതുവരെ കിടന്നുറങ്ങിയിട്ടില്ല. അപ്പോൾ വലിയ ബെഡ്, ഇത് ആക്ച്വലി കിങ് സൈസ് ആയിരിക്കും. കിങ് സൈസ് ബെഡ് ഉണ്ട്. ഇപ്പുറത്തായിട്ട് നമുക്ക് ഇരിക്കാനും ഡ്രസ്സ് ചെയ്യാനുള്ള സംഭവമുണ്ട്. പിന്നെ ഈ ബെഡ്റൂമിൻ്റെ ഈ സൈഡിലായിട്ടാണ് നമുക്ക് ബാത്റൂം ഉള്ളത്. ബാത്റൂമിൽ ഈ 2 മിറർ വിത്ത് വാഷ് ബേസിൻ. ഇപ്പുറത്തെ സൈഡിലായിട്ട് വലിയൊരു ടബുണ്ട്. പുറത്തേക്കാണ് ഇതിൻ്റെ വ്യൂ. അപ്പം നമുക്ക് നേച്ചറിനെ കണ്ട് കുളിക്കാം എന്നുള്ളൊരു സെറ്റപ്പാണ്. കൂടാണ്ട് നമുക്ക് പുറത്തായിട്ട് ഇതാ ഇവിടെ പുറത്ത് കുളിക്കാൻ പറ്റിയ ഷവറുണ്ട്. കണ്ടോ, ഇതൊരു ഔട്ട്ഡോർ ഷവർ. നമുക്ക് റിലാക്സ് ചെയ്ത് ഔട്ട്ഡോർ കുളിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ക്ലോസറ്റും കമോഡ് ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ടും ഉണ്ട് ഒരു ക്ലോസറ്റും. ഇവിടെ ഉള്ളിലുമായിട്ട് ഒരു ഷവർ ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ടബിൽ കുളിക്കണ്ടാത്തവർക്ക് പുറത്ത് നമുക്ക് കുളിക്കണ്ടാത്തവർക്ക് അകത്ത് വന്നിട്ട് ഷവർ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു മിറർ ഉണ്ട്. നമുക്ക് എല്ലാ വിധത്തിലേക്ക് ഷവർ ജെല്ല്, ഷാമ്പു, കണ്ടീഷണർ, ലോഷൻ, ഷവർ ക്യാപ്പ്, എല്ലാവിധ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവര്. വാവ്, അടിപൊളി, നല്ല ഉഗ്രൻ. ഒരു ഫുള്ളൊരു വീട് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം. ഇത് എക്സിക്യൂട്ടീവ് ഷെപ്പേർഡ് ട്രീൻ്റെ എക്സിക്യൂട്ടീവ് സ്യൂട്ടാണിത്. അപ്പോൾ 3 മണിക്ക് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഗെയിം ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഗെയിം ഡ്രൈവിന് പോവാണ്. പിന്നെ ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം. ഇപ്പോൾ ലഞ്ച് കഴിഞ്ഞ് വന്നോളൂ. ടയേർഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ഡ്രൈവ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴേക്കും ലഞ്ച് കഴിച്ചു, ഇപ്പം ഇങ്ങോട്ട് എത്തിയുള്ളൂ. നമുക്കിനി നമ്മുടെ ഗെയിം ഡ്രൈവിന് മുന്നായിട്ട് ഇവരൊരു ഹായ് ടീ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 മണിയിൽ ചായയും കുറച്ച് ബിസ്ക്കറ്റും തരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഗെയിം ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുക. സോ നമുക്ക് അത് കാണാം. ഇനി ഈ വിൻ്റർ ആണെങ്കിലും ഇവിടെ ഈ സമയത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സഫാരി ക്യാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ ഗെയിം ഡ്രൈവിന് പോകാൻ പോവാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഗെയിം ഡ്രൈവ് ആട്ടോ. നമ്മുടെ ഈ ഒരു റൂമിൻ്റെ അവിടെ നിന്നുണ്ടല്ലോ, റൂമിൻ്റെ അവിടെ നിന്ന് ആക്ച്വലി 1.5 കിലോമീറ്റർ ഉണ്ട് മെയിൻ റിസപ്ഷൻ ഏരിയേൻ്റെ അവിടേക്ക്. ഇവിടേക്ക് ഇങ്ങനെ മലയാട്ടാ. ഇത് പില്ലനസ്ബർഗ് നാഷണൽ പാർക്കിൻ്റെ ആ ഭാഗമായിട്ട് ഇതൊക്കെ വരും. ഇത് ആക്ച്വലി ഒരു വീടിൻ്റെ അത്രയുണ്ട് ഈ ഒരു എക്സിക്യൂട്ടീവ് സ്യൂട്ട് എന്ന് പറഞ്ഞൊരു ഏരിയ. നമ്മളിപ്പോൾ ഹായ് ടീ ചെയ്യാൻ പോവാണ്. ഹായ് ടീ എന്ന് പറഞ്ഞാൽ ചായ കുടിച്ചിട്ട് 2 ബിസ്ക്കറ്റ് കഴിക്കുക, ആ പരിപാടിയാണ്. അത്യാവശ്യത്തിന് വിശാലമായ ഒരു ഹായ് ടീ ആണ് കേട്ടോ. നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ഇതെന്താണ് ടാർച്ച് ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ആർട്ട് ഉണ്ട്, മീറ്റ് ഉണ്ട്, ഇറച്ചിയുണ്ട് കേട്ടോ, മീറ്റ് ബോൾസ്, പിന്നെ സ്പ്രിംഗ് റോൾസ് ഉണ്ട്, കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഹൈ ടീ ഒക്കെ കുടിച്ച് സ്നാക്സ് ഒക്കെ തിന്ന് നമ്മൾ പിന്നെ പോയത് നമ്മളുടെ ഗെയിം ഡ്രൈവിനാണ്. നമുക്ക് 2 ഗെയിം ഡ്രൈവ് ഒരു ദിവസം ഉണ്ടായിരിക്കും. അപ്പോൾ ഗെയിം ഡ്രൈവിൻ്റെ കാഴ്ചകളും പിറ്റേ ദിവസത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് കഴിച്ചു എന്നുള്ളത്, എന്തൊക്കെ മൃഗങ്ങളും നമ്മൾ കണ്ടു എന്നുള്ളതും, ഒരു ലക്സുറി ഗെയിം ലോഡ്ജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ഗെയിം ഡ്രൈവ് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നല്ല ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനി നമുക്ക് കാണാം. ഇതിൽ അടിപൊളിയായിരിക്കും കേട്ടോ അടുത്ത വീഡിയോ. കാരണം ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ ഓൺ ഒരു ഗെയിം ഡ്രൈവിന് പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളും അവരുടെ ചലഞ്ചസും, എങ്ങനെയാണ് നമ്മൾ മൃഗങ്ങളെ കണ്ടുപിടിക്കുക എന്നുള്ളതും, രാത്രിയൊക്കെ വിൻ്റർ സമയത്ത് ഗെയിം ഡ്രൈവിന് പോകുമ്പോൾ എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ ഐശ്വര്യം. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ക്രേസി ടാ. ബൈ ബൈ.